friends, welcome to Rajees Kitchen Diary. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു അടിപൊളി റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിനു മുന്നേ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് വേവിച്ചെടുക്കണം. അതിനായി 200 ml ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. റൈസ് വേവിച്ചെടുക്കുവാൻ വേണ്ടി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കുതിർത്ത് വെച്ച അരി ഇതിലോട്ടിട്ട് കൊടുക്കാം. അരി ഏകദേശം 50% വേവാകുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വിനെഗറും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടി റൈസ് വേവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. 80 to 90% മാത്രമേ വേവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ 2ആയി മുറിഞ്ഞു വരണം. ആ അളവിലേ നമ്മൾ വേവിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള എഗ് സ്ക്രാമ്പിൾ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു കടായിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് എഗ് സ്ക്രാമ്പിൾ തയ്യാറാക്കി എടുക്കാം. നമ്മുടെ എഗ് സ്ക്രാമ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതേ കടായിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടിയ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് 1 by 1 ആയി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഒരിക്കലും വെജിറ്റബിൾസ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 70 to 80% കുക്കായാൽ മതി. വെജിറ്റബിൾസ് ആവശ്യത്തിനുള്ള കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നേരത്തെ വേവിച്ചു വെച്ച റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച എഗ് സ്ക്രാമ്പിളും കൂടി ചേർത്ത് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഡിഷ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.